നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തത്ഭുതമാണ് വന്നു ചേരാൻ പോകുന്നത്, എന്തത്ഭുതമാണ് നിങ്ങൾക്കുടൻ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ അത് എന്താണെന്നറിയാനായിട്ട് ഈ ഒരു സന്ദേശം പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാൻ ശ്രമിക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ആ ഒരു സന്ദേശം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് വന്നെത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മുന്നിലുള്ള പല അവസരങ്ങളെയും ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു താല്പര്യക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ സമയക്കുറവ് കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയാതെ വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന പുതിയ അവസരങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരിക. അപ്പോൾ അത്തരം സാഹചര്യങ്ങളുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ പല കാര്യങ്ങളും തിരിച്ചറിയാനും മനസ്സിലാക്കാനും നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് നിങ്ങളിൽ പലരും ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ ചില ആളുകളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അത്ഭുതമെന്ന് പറയുമ്പോൾ അവിടെ അപ്രതീക്ഷിതമായിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ വ്യക്തി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിചയവുമില്ലാത്ത പുതിയൊരു ആൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാവാം. എന്തായാലും ആ ഒരു വ്യക്തിയുടെ വരവ് മൂലം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിനും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അവരുടെ ആ ഒരു സാന്നിധ്യം നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തോടുള്ള ആ ഒരു കാഴ്ചപ്പാട്, പ്രതീക്ഷ ഇവയൊക്കെ അവരുടെ ആ ഒരു വരവ് മൂലം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളിൽ പല ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെയധികം നെഗറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള വ്യക്തികൾ, സാഹചര്യങ്ങൾ ഇവയൊക്കെ നിങ്ങളിൽ പല ആളുകളുടെയും സമാധാനം, സന്തോഷം ഇവയൊക്കെ ഇല്ലാതാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതേപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷേ അതിനുള്ള വഴികളൊന്നും ഇല്ലാത്തത് മൂലം മനസ്സ് വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പിന്നോട്ട് വലിഞ്ഞു നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ വന്നു ചേരാൻ സമയമായി എന്നുള്ളതാണ്. അതായത് ദൈവാനുഗ്രഹം നിങ്ങളിലിപ്പോൾ വർദ്ധിച്ചു നിൽക്കുകയാണ്. അവിടെ അപ്രതീക്ഷിതമായിട്ടുള്ള പല മാറ്റങ്ങളും, നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും സംഭവിക്കുന്നതാണ്. മുമ്പ് പറഞ്ഞതുപോലെ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ അവരിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തെ മറികടക്കാനായിട്ട് സാധിക്കുന്നതാണ്. അവരിൽ നിന്ന് നിങ്ങൾക്ക് പല രീതിയിലുള്ള, ഇപ്പോൾ സാമ്പത്തികമായിട്ടായാലും മാനസികമായിട്ടായാലും ഒക്കെ ഒരു സഹായം, പിന്തുണ ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങളിൽ പല ആളുകളും വിദേശത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ പഠനം, ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാനായിട്ടൊക്കെ വിദേശത്തേക്ക് പോകണമെന്ന് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധ്യമാവുന്നതാണ്. അതേപോലെ തന്നെ കുടുംബവുമായിട്ട് വളരെയധികം ആത്മബന്ധം പുലർത്തുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലായാലും ജീവിതത്തിലായാലും വീടിനും വീട്ടുകാർക്കും വലിയ വിലയും സ്ഥാനവും ഒക്കെ നൽകുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരും. കൂടാതെ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ടാൽ പെട്ടെന്ന് മനസ്സലിവുണ്ടാവുന്ന ആളുകളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ
എത്ര വലിയ ദുഃഖങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലും അതിനെയൊക്കെ ഉള്ളിലൊതുക്കി അല്ലെങ്കിൽ ആരെയും അറിയിക്കാതെ മറ്റുള്ളവർക്ക് മുന്നിൽ സന്തോഷത്തോടെ നിൽക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ സഹതാപം നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് സങ്കടങ്ങളായാലും നഷ്ടങ്ങളായാലും അതിനെയൊക്കെ നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ വളരെയധികം ആത്മവിശ്വാസത്തോടെ പല കാര്യങ്ങളെയും സമീപിക്കാനും ചെയ്ത് തീർക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഏത് കാര്യങ്ങളിലായാലും ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിലവിൽ അങ്ങനെയൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഉപദേശം, മാർഗനിർദ്ദേശമൊക്കെ മറ്റുള്ളവരിൽ നിന്നും കിട്ടാതെ എന്ത് ചെയ്യുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ പലർക്കും ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നതാണ്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ പല വിധത്തിലുള്ള വഴികൾ, മാർഗങ്ങൾ ഒക്കെ തുറക്കപ്പെടുന്നതാണ്. എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ആശങ്കപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ നിൽക്കുന്നത്, അവിടെ ബുദ്ധിപരമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള ഒരു സമയമായി എന്നുള്ള സന്ദേശമാണ് ഭഗവാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്. ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് പല സങ്കടങ്ങളെയും അതിജീവിച്ച് മുന്നേറി വന്നിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്കത് സാധ്യമാണ്. ദൈവാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള പല സന്തോഷങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും വളരെയധികം ഊർജ്ജസ്വലത നിങ്ങൾക്ക് കൈവരുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്ന്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ശുഭപ്രതീക്ഷ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ എപ്പോഴും പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.